ഗവൺമെന്റ് പ്ലീഡർ വിഷയത്തെ ചൊല്ലി ഉടലെടുത്ത KSU മുഖ്യമന്ത്രി പോരിപ്പോൾ കോൺഗ്രസിനാകെ തലവേദനയാവുകയാണ്. കൊച്ചിയിലെ പരിപാടിക്കിടെ കാണാൻ ശ്രമിച്ച KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന് മുഖം നൽകാതെ മുഖ്യമന്ത്രി അവഗണിച്ചു. തിരുത്താൻ ശ്രമിച്ചത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ആവർത്തിക്കുമെന്നാണ് പിന്നാലെ അലോഷ്യസ് സേവ്യർ പ്രതികരിച്ചത്. വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ ചേരി തിരിഞ്ഞ് പരസ്യപ്പോരും തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടന തരുന്ന ലിസ്റ്റിന്റെ അടിയിൽ ഒപ്പിടാനല്ലോ നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. കോടതിയിൽ നല്ല ലോയേഴ്സും കൂടി വരണമല്ലോ. സംഘപരിവാർ നേതാക്കൾക്ക് കാണാൻ സമയം കൊടുത്ത മുഖ്യമന്ത്രി KSU അധ്യക്ഷനെ കാണാൻ കൂട്ടാക്കിയില്ലെന്ന ആരോപണം നിലനിൽക്കുന്നതിനിടെയാണ് കൊച്ചി സേക്രഡ് ഹാർട്ട് കോളേജിൽ ഇരുവരും വേദി പങ്കിട്ടത്. സ്ത്രീകൾ എന്ന് പറയുന്നത് ഭക്ഷണം പാകം ചെയ്യാനുള്ളവരും വീട് അടിച്ചു തുടയ്ക്കാനുള്ളവരുമാണ് എന്ന പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ ഒരു പറ്റം ആളുകളെത്തി. അതിലൊരാൾ അലോഷ്യസ് സേവ്യർ ആയിരുന്നു. അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിയെ കാണാനുള്ള ശ്രമം നടത്തുന്നത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. പക്ഷേ മുഖ്യമന്ത്രി മുഖം കൊടുക്കാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചിരിക്കുക എന്നത് ഞാൻ പഠിച്ച രാഷ്ട്രീയമാണ്. ഞങ്ങളെല്ലാം വലിയ രീതിയിലേക്ക് കായികമായി അക്രമം ചെയ്ത ഒരു കൂട്ടത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ആള് ആ ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സർക്കാർ അത് തിരുത്താൻ തയ്യാറാകണമെന്ന് ആ സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് KSU ചെയ്തത്. അത് ഈ സർക്കാരിന്റെ മുൻപിൽ ചൂണ്ടിക്കാണിച്ചു എന്നത് മാത്രമാണ് KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ചെയ്തതൊരു തെറ്റ്. അത് തെറ്റാണെന്ന് ഈ സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. കോളേജിലെ നാടകീയ രംഗങ്ങൾ കൂടി വന്നതോടെ കോൺഗ്രസിൽ ഒരു കലാപത്തിനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. KSU അധ്യക്ഷന് പരസ്യ പിന്തുണയുമായി കോൺഗ്രസ് വക്താക്കൾ തന്നെ രംഗത്തെത്തി. കഴിഞ്ഞ 10 വർഷക്കാലം എല്ലാ പ്രയാസങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും നടുവിൽ നിന്ന് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ്സുകാരിയാണെന്ന് പറഞ്ഞ മനുഷ്യരുണ്ട്. അവർക്ക് ഉത്തരം മുട്ടുന്ന ഒരു ചോദ്യങ്ങൾ അവശേഷിക്കാൻ പാടില്ല. അവരുടെ മുമ്പിലൂടെ CPMകാരും BJPക്കാരും ഒക്കെ രാഷ്ട്രീയ നിയമനങ്ങളിൽ വന്നുകൂടാ. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും കേരള വിദ്യാർത്ഥി യൂണിയനിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കേരള വിദ്യാർത്ഥി യൂണിയനെതിരായിട്ട് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അദ്ദേഹം KSU പ്രസിഡന്റിനെ കാണാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. മറുവശത്ത് വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയ ജിൻഡോ ജോണിനും VR അനൂപിനുമെതിരെ KPCCയിൽ പരാതിയുമെത്തി. DCC സെക്രട്ടറിയും വക്താവുമായ രാജു P. നായരാണ് പരാതി നൽകിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.